എന്നാ ഉണ്ട് ചേച്ചി വിശേഷം? നല്ല വിശേഷം. ഞാൻ ഇന്നലെ ചേച്ചിയുടെ വീഡിയോ ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചേച്ചി ഒരു ചാനൽ തുടങ്ങിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ചേച്ചി ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്, എല്ലാ എപ്പിസോഡ് ഈ വർഷം തൊട്ട് ഞാൻ പുതിയതായിട്ട് കാണാറുണ്ട്. ആണല്ലേ, ഞാനും കാണാറുണ്ട് ചേച്ചി. എനിക്ക് അതിൽ ശാരിക ഔട്ടായല്ലോ. ആയി എനിക്കിപ്പോഴത്തെ ഒരു രീതികൾ, എനിക്ക് അത് പിള്ളേരൊക്കെ കാണുന്ന ചാനലല്ലേ ചേച്ചി, ഒരു രീതികൾ ഏത് നേരവും വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഞാൻ ഇപ്പം അങ്ങനെ അധികം കാണാറില്ല. കുഴപ്പമില്ല, ഇപ്പോഴത്തെ ഗെയിമറൊക്കെ വലിയൊരു ഇതല്ല, എന്നാലും ശാരിക നല്ലൊരു ഗെയിമർ അല്ലായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഒരു ഫോൾട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം, ഓരോരുത്തർ പിടിച്ച് നിന്നല്ലേ പറ്റത്തുള്ളൂ. ചേച്ചി അതുപോലെ കയറണം. ചേച്ചിയുടെ പാട്ടൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്നല്ലേ പോകാൻ പറ്റുള്ളൂ. ഞാൻ ചെറുതായി ശ്രമിച്ചോണ്ട് വരികയാണ്. ചിലപ്പോൾ അല്ല, ചേച്ചിയുടെ പാട്ട് നല്ല പാട്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒരുപാട് പ്രാവശ്യം അത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. അത് 1.5 കയറുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ, എന്നാലും പെട്ടെന്ന് അത്രയും കയറി. ചേച്ചി ഇപ്പൊ ചേച്ചി അച്ഛനെയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? ചേച്ചി അച്ഛന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിക്കേ. അച്ഛന് വേണ്ടിയൊരു കവിതയില്ല, പാട്. കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലുമന്നു നിശബ്ദമാ, വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി ഞാന്ന നിഴലുകൾ മാതിരി. അച്ഛനങ്ങപ്പുറത്തിത്തിരി മുമ്പു ഞാൻ അച്ഛനെ കണ്ടതാണുത്തരം നൽകി ഞാൻ. അമ്മ പറഞ്ഞു, മകനെ നമുക്കിനി നമ്മളെ ഉള്ളു, നിന്റെ അച്ഛൻ മരിച്ചു പോ. ചേച്ചി ഇത്ര സങ്കടം തോന്നുന്ന അച്ഛൻ മരിച്ചു പോയതുകൊണ്ടാണ് അല്ലെ ഇത്ര ഒരു വിഷമം? എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനായിരുന്നു. ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് അമ്മ ഇഷ്ടമല്ലെന്നല്ല, എനിക്കും അത് തന്നെ ചേച്ചി. ഏറ്റവും ഇഷ്ടം അച്ഛനും അമ്മയും ഒരുപോലെ തന്നെയാണ്, ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നമ്മളുടെ ഈ ചാനലിനെ കുറിച്ച് എല്ലാവരോടും ചേച്ചി പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും. മാളും പറഞ്ഞല്ലോ, മാളുണ്ട് കൂട്ടുകാരോടൊക്കെ. അല്ല, ഞാൻ പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നത് എൻ്റെ ചേച്ചിയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എല്ലാം പറയുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം അല്ലേ? നമ്മള് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മള് തുടക്കക്കാരാണ്. നമുക്ക് ഇതിൽ ഒരുപാട് വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? നമുക്ക് ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ളവരെ പോലെ ഒന്നുമുള്ള ഇതില്ല. നമുക്ക് സാധാരണക്കാര് നമ്മള് ഇതിലൊരു ഇതാക്കി. പിന്നെ എൻ്റെ കൂട്ടുകാരുണ്ട്, സ്കൂളിലെ ചെറുപ്പത്തിലുള്ള കൂട്ടുകാരും, അവരെല്ലാവരും ഇപ്പോഴും എന്നെ നല്ല ഞാൻ എൻ്റെ പാട്ടുകളൊക്കെ അന്നേ അവരെ ആസ്വദിക്കുന്നതാണ്. ഇപ്പൊ ഒരു ചേച്ചിക്ക് വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നോ പാട്ടിനെ കുറിച്ച്? വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അങ്ങോട്ട് അത് സജീവമായിട്ട് നിന്നില്ല. അവരെല്ലാവരും എന്നെ ക്ഷണിക്കുന്നുണ്ടെന്ന്, എനിക്കതിൽ നിൽക്കാൻ പറ്റിയൊരു സാഹചര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയില്ല. പക്ഷെ എല്ലാവരും ആ ഗ്രൂപ്പിൽ തന്നെ എന്നെ തിരക്കുന്നുണ്ടായിരുന്നു. കാരണം അയ്യോ ലേഖ എന്താടാ വരാത്ത, ലേഖയുടെ പാട്ടെന്താ കേൾക്കുന്നത്. അല്ല ചേച്ചി ഇന്നലെ തന്നെ ഒരു പാട്ട് ഇട്ടപ്പോ നല്ല ഇതാണ്. അപ്പൊ നമുക്ക് ഇവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു പാട്ട് കൂടെ പാടിയിട്ട് ഇരിക്കാം. ഓക്കെ. നിലാവേ മായുമോ കിനാവും നോവുമാ, ഇളം തേൻ തെന്നലായി തലോടും പാട്ടുമാ, ഇതിൽ മാഞ്ഞൊരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞുമോ, നിലാവേ മായുമോ കിനാവും നോവുമാ. ഓക്കെ ചേച്ചി, എനിക്ക് വളരെ സന്തോഷമായി. ചേച്ചി നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പം വീണ്ടും കാണാം. നാളെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ ചേച്ചി? ശരി, ഓക്കെ.